കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികളിൽ ഇപ്പോൾ ഞാൻ പറയട്ടെ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നാദിർ ഷാ. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്. ഹായ്, ഞാൻ നാദിർ ഷാ. എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിലെ മിക്ക ബസ്സിലും ജനാലകൾ കാഴ്ച മറയ്ക്കും വിധത്തിൽ താഴ്ത്തി പണി കഴിപ്പിച്ചിരിക്കുന്നത്? ഇതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ഞാൻ പറയട്ടെ. ബസ്സുകൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ ഭൂപ്രകൃതി, കാലാവസ്ഥ, യാത്രക്കാരുടെ മുൻഗണനകൾ, നിയന്ത്രണ ആവശ്യകതകൾ എന്നിവ ഉൾപ്പെടെ നിരവധി ഘടകങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. ഈ ഘടകങ്ങൾ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊന്നിലേക്ക് വ്യത്യസ്തപ്പെടാം. അതിനാൽ ഈ വ്യത്യാസങ്ങളെ അടിസ്ഥാനമാക്കി ബസ്സുകളുടെ രൂപകൽപ്പന വ്യത്യസ്തപ്പെടാം. തമിഴ്നാടിൻ്റെ കാര്യത്തിൽ താഴ്ന്ന തൂങ്ങിക്കിടക്കുന്ന ശാഖകളും ഓവർഹെഡ് ഘടനകളുള്ള ഇടുങ്ങിയതും തിരക്കേറിയതുമായ റോഡുകളാൽ സവിശേഷമായ ഒരു ഭൂപ്രദേശമാണ് സംസ്ഥാനത്തിനുള്ളത്. ഉയർന്ന ജനാലകളുള്ള ബസ്സുകൾക്ക് അത്തരം റൂട്ടുകളിലൂടെ സഞ്ചരിക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരാം. ഇത് വാഹനത്തിന് കേടുപാടുകൾ വരുത്തുകയോ യാത്രക്കാർക്ക് പരിക്കേൽക്കുകയോ ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനാൽ തമിഴ്നാട്ടിലെ ബസ്സുകൾ റോഡിൻ്റെ അവസ്ഥയ്ക്ക് അനുയോജ്യമായ താഴ്ന്ന ജനാലകൾ ഉപയോഗിച്ചാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. തമിഴ്നാട്ടിലെ ബസ്സുകളുടെ രൂപകൽപ്പനയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം അവിടുത്തെ കാലാവസ്ഥയാണ്. വർഷം മുഴുവൻ ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയാണ് സംസ്ഥാനത്ത് അനുഭവപ്പെടുന്നത്. ഇത് യാത്രക്കാർക്ക് അസ്വസ്ഥതയുണ്ടാക്കും. താഴ്ന്ന ജനാലകൾ മികച്ച വായുസഞ്ചാരം നൽകുകയും ബസ്സിൻ്റെ ഉൾവശം തണുപ്പിക്കാൻ സഹായിക്കുകയും ചെയ്തേക്കാം. യാത്രക്കാർക്ക് ഇത് യാത്ര കൂടുതൽ സുഖകരമാക്കുന്നു. മറുവശത്ത് കേരളത്തിന് വ്യത്യസ്തമായ ഭൂപ്രകൃതിയും കാലാവസ്ഥയുമുണ്ട്. അത് സംസ്ഥാനത്തെ ബസ്സുകളുടെ രൂപകൽപ്പനയെ സ്വാധീനിച്ചിരിക്കാം. മലയോര ഭൂപ്രദേശങ്ങൾക്കും വളഞ്ഞുപുളഞ്ഞ റോഡുകൾക്കും പേരുകേട്ട സംസ്ഥാനം. യാത്രക്കാർക്ക് മികച്ച ദൃശ്യഭംഗി നൽകുന്നതിന് ഉയർന്ന ജനാലകളുള്ള ബസ്സുകൾ ആവശ്യമായി വന്നേക്കാം. കൂടാതെ മൺസൂൺ കാലത്ത് സംസ്ഥാനത്ത് കനത്ത മഴ ലഭിക്കുന്നു. ഇത് ബസ്സുകളുടെ രൂപകൽപ്പനയെ കൂടുതൽ വെള്ളം കയറാത്തതും കാലാവസ്ഥയെ പ്രതിരോധിക്കുന്നതുമാക്കി സ്വാധീനിച്ചിരിക്കാം. ബസ്സുകൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ നിയന്ത്രണ ആവശ്യകതകൾ പരിഗണിക്കേണ്ടതും പ്രധാനമാണ്. ബസ് രൂപകൽപ്പനയിലും സുരക്ഷയിലും ഓരോ സംസ്ഥാനത്തിനും വ്യത്യസ്ത മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കാം. ഇത് തമിഴ്നാടും കേരളവും തമ്മിലുള്ള ബസ് ഡിസൈനിലെ വ്യത്യാസങ്ങൾ വിശദീകരിക്കുന്നു. ഉദാഹരണത്തിന്, സംസ്ഥാനത്തെ റോഡുകളുടെ അവസ്ഥ കാരണം തമിഴ്നാടിന് ബസ്സുകളുടെ ഉയരം സംബന്ധിച്ച് കർശനമായ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കാം. അതേസമയം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും കാരണം കേരളത്തിന് വ്യത്യസ്ത മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കാം. ചുരുക്കത്തിൽ, ഭൂപ്രദേശം, കാലാവസ്ഥ, യാത്രക്കാരുടെ മുൻഗണനകൾ, നിയന്ത്രണ ആവശ്യകതകൾ എന്നിവ ഉൾപ്പെടെ വിവിധ ഘടകങ്ങളാൽ ബസ്സുകളുടെ രൂപകൽപ്പനയെ സ്വാധീനിക്കുന്നു. ഈ ഘടകങ്ങൾ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊന്നിലേക്ക് വ്യത്യസ്തപ്പെടാം. അതിനാൽ ഈ വ്യത്യസ്തങ്ങളെ അടിസ്ഥാനമാക്കി ബസ്സുകളുടെ രൂപകൽപ്പന വ്യത്യസ്തപ്പെടാം എന്ന് മനസ്സിലാക്കാം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികളിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ഞാൻ പറയട്ടെ. തയ്യാറാക്കി അവതരിപ്പിച്ചത് നാദിർ ഷാ. സാങ്കേതിക സഹായം ശരത് ആലാബ്സ്.